പ്രൊഫസർ എം കെ ഹരിദാസ് ഈ വിഷയത്തിന്മേൽ തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അദ്ദേഹമുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രതിനിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള, പലപ്പോഴും വിമർശനം എന്ന രീതിയിൽ പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ ധിക്കരിക്കാൻ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നു? അതിലെ ഏറ്റവും വലിയ തമാശ, കേസെടുത്ത കാര്യത്തെക്കുറിച്ച് കൂടി താങ്കൾ സംസാരിച്ച് വരികയായിരുന്നു. കണ്ടാൽ അറിയാവുന്ന ഇത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന് വിമർശനം എന്നോണമാണ് ജയശങ്കർ ചോദിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ മറ്റ് വേദിയിലിരുന്ന നേതാക്കളെയും പോലീസിന് കണ്ടാൽ അറിഞ്ഞൂടെ എന്നുള്ളത്. പോലീസിന് ആദ്യമേ ഈ പണി ചെയ്താൽ പോരായിരുന്നോ? എന്റെ പ്രിയ കുട്ടികളെ, എനിക്ക് നിങ്ങളുടെ പേരറിയില്ല. ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ അങ്ങേയറ്റം നിലനിൽക്കുന്ന സമയത്ത് കാരണഭൂതിനെ സ്തുതിച്ചുകൊണ്ട് 2000-ഓളം പേർ പങ്കിട്ടിട്ട് ഒരു കൈക്കുട്ടികളി നടന്ന സ്ഥലമാണ് തിരുവനന്തപുരം. എന്നിട്ട് എടുത്തിട്ടുള്ള കേസ് എവിടെയായി? നമ്മുടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്നവരുടെ ചട്ടുകമല്ലേ, അവരെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇളകുക എന്നുള്ളതല്ലാണ്ട് നമ്മുടെ പോലീസിന് എന്ത് നടപടിയാണ് എടുക്കാൻ പറ്റുക? ഇപ്പൊ ഇവിടെ രണ്ട് ജയശങ്കർ എന്ന് പറയുന്ന നിയമ വിദഗ്ധനും മറ്റേ ശിവകുമാറും പറയുന്നത് കേട്ടു കോടതി സ്വമേധയാ കേസ് എടുത്താൽ മാത്രമേ ഈ കേസ് നിലനിൽക്കൂ. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിലെ അവിടെ ഇത്തരത്തിലുള്ള ഒരു പന്തല് കെട്ടി എന്നുള്ളതല്ലാതെ അവിടെ ഒരാളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നതോടുകൂടി കോടതി പിന്നീട് എന്താണ് ചെയ്യുക? 2 ദിവസം മുമ്പ് കൊല്ലത്ത് നിങ്ങൾ കണ്ടില്ലേ, ഹൈക്കോടതി ജഡ്ജി തന്നെ തന്റെ ഉത്തരവുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ നീതി നിർവഹണ സംവിധാനം ചെന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഇവിടെ കോടതി തന്നെ ഈ കാര്യത്തിൽ കോടതിയലക്ഷ്യ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് 1 ഡസൻ ജഡ്ജ്മെന്റ് ഉണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് പാതയോര പൊതുയോഗങ്ങൾ പോലും പാടില്ല എന്നല്ല, ഒരു വ്യക്തിയുടെയും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഹർത്താലോ സമരങ്ങളോ പണിമുടക്കോ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നുള്ളത് ജഡ്ജിമെന്റ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കോടതിയിൽ പോകാൻ ഭയമാണ്. കാരണം ഈ പോലീസിന്റെ റിപ്പോർട്ടിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് കോടതി നാളെ നടപടി എടുക്കുക. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട്, സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഭരണം കയ്യിലുണ്ട് എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും കയ്യിലുള്ളപ്പോ അവരെ കാണിക്കുന്ന തോന്നിവാസത്തെ ചെറുക്കാൻ കോടതിയേക്കാൾ നല്ലത് പ്രതിപക്ഷമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ശിവകുമാർ എന്ന് പറയുന്ന മുൻ MLA ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ദുർബലമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടേണ്ടത് ജനപ്രതിനിധികൾ തന്നെയാണ്. പക്ഷെ ക്രിയാത്മകമായി പ്രതിപക്ഷമാകാൻ വേണ്ടിയിട്ട് ഇവിടെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രതിപക്ഷം തയ്യാറല്ലാത്തതിന്റെ പേരിലാണ് ഇത്രയും വലിയ തോന്നിവാസം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഗർഭിണികൾ വരെ ഇന്നലെ വഴിയിൽ കിടന്നു എന്നാണ് പറയുന്നത് ഈ ഒരു പരിപാടിയുടെ പേരിൽ. എന്ത് നേടി ഇവർ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി പറയുക? എന്ത് വിഡ്ഢിത്തരവും വിളിച്ചു പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട്. ഒരു നടുറോട്ടിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ഒരു പൊതുപരിപാടി നടത്തിയിട്ട് ഒരു തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രത്തെ മുൾമുറയിൽ നിർത്തിയിട്ട് അദ്ദേഹം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള നടപടിയല്ലാതെ എന്താണ് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ജനങ്ങൾ ഇതുകൊണ്ടൊന്നും പഠിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രതിപക്ഷം ദുർബലമാകുന്നിടത്ത് ഭരണം നാറും എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളാണ് എനിക്ക് ഇവിടെ ഉദ്ധരിക്കാനുള്ളത്. ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. വോട്ടിന്റെ കാര്യത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കൂട്ടുപിടിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഈ ഒരു കാര്യം മനുഷ്യനാകണം എന്ന് മതിലിൽ എഴുതി വെക്കാതെ മനുഷ്യത്വപരമായി ജനങ്ങളോട് നമ്മളോട് ഈ വിഷയത്തിന് പ്രതികരിച്ച് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്.